മുജിത്തബ കൊല്ലപ്പെട്ടാലും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രസ്താവിച്ചു. ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ ഉടനീളം വ്യാജമായിരിക്കുന്ന വാർത്തയാണ് പ്രചരിക്കുന്നത്. ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുടെ മകൻ മുജ്തബ ഖംനായി കൊല്ലപ്പെട്ടിരിക്കാം എന്നൊരു സൂചന സോഷ്യൽ മീഡിയയിലൂടെ ആദ്യഘട്ടത്തിൽ പ്രചരിച്ചു ഇസ്രായേൽ. പിന്നീട് അത് പത്രങ്ങളും ഔദ്യോഗിക മീഡിയകളും ഏറ്റെടുത്തു. ചാനൽ 12 ആണ് അതിൻ്റെ ഒരു നിജസ്ഥിതി എന്ന തരത്തിൽ അവരുടേതായിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിപ്പോർട്ടാക്കി പുറത്തുവിട്ടു. അതിനോടനുബന്ധിച്ച് പിന്നീട് അന്തിച്ചർച്ച പോലെ വിശദമായിരിക്കുന്ന ചർച്ച എന്ന തരത്തിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചർച്ചയും നടന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ആത്മീയ നേതാവ് മുജ്തബ അലി ഖംനായി കാണുന്നില്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെയാണ് ആ ചർച്ച ആരംഭിക്കുന്നത്. അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ അവര് ബങ്കറിൽ, ഏറ്റവും വലിയ സുരക്ഷാ ബങ്കറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അതല്ലെങ്കിൽ റഷ്യയിലേക്ക് നാട് കടത്തിയിരിക്കുന്നു. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന സംഭവം അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ളതാണ്. മുൻപ് നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മരണം സ്ഥിരീകരിക്കുന്നില്ല എന്നല്ലാതെ അങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയും അന്താരാഷ്ട്ര മീഡിയകളെല്ലാം സാധാരണഗതിയിൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല ഘട്ടങ്ങളിലും അങ്ങനെ തന്നെ ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇത്തരം ടീമിൻ്റെ, അതല്ലെങ്കിൽ സയണിസത്തിൻ്റെ സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനവുമാണ്. അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രസ്താവന പുറത്തു വന്നതോടെ വലിയ വിഷയ കാര്യങ്ങൾ ഇറാനിൽ ഉണ്ടാകും എന്നവർ കണക്ക് കൂട്ടുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ വെറുതെയാണ്, അങ്ങനൊരു സംഭവങ്ങളൊന്നും ഇല്ല. അവരത് പ്രതികരിച്ചു. ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അവസാനിക്കുന്നതല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലപാടുകളും സമീപനങ്ങളും സയണിസത്തോടുള്ള അവരുടെ നിലപാടും. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. അത് സ്ഥായിയായിട്ട് നിലനിൽക്കുകയാണ്. ഒരാൾക്ക് പകരം മറ്റൊരാൾ എന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടോ ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടോ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതോടൊപ്പം തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും തയ്യാറാക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, ആ സംവിധാനം എന്ന് പറയുന്നത് അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും, അതോടൊപ്പം തന്നെ മറ്റു ലോക രാജ്യങ്ങളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മേലെ തങ്ങളുടെ നിലപാടുകൾ സ്ഥായിയായിട്ട് വരുത്താനോ ഉള്ള ശ്രമം, ഇതെല്ലാം വിജയിച്ചിട്ടുണ്ട് ഇറാൻ ഒഴികെ. അപ്പോൾ ഇസ്രായേൽ പല ഘട്ടങ്ങളിലായി മറ്റ് പല രാജ്യങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അവിടെയൊക്കെ ഇസ്രായേൽ തന്നെ നിർത്തുന്ന ഒരു പ്രവൃത്തി, അതായത് യുദ്ധം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും അവർ തന്നെയാണ്. കാര്യം അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നല്ലാതെ അതിനപ്പുറമുള്ള വലിയൊരു അക്രമ രീതികളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വന്നു. ഇസ്രായേൽ വിധേയമാകുന്ന രാജ്യമാണെന്നും അവർക്ക് വളരെ കൃത്യതയോടുകൂടി അവരെ വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സാധ്യമാകും എന്നുകൂടി ഇറാൻ പറഞ്ഞു വെക്കുന്നു. ഇറാൻ്റെ ഈ നയങ്ങളും നിലപാടുകളും, ഇറാൻ്റെ ഈ സമീപനങ്ങളും നിലപാടുകളും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ഇറാനിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചതിന് ശേഷം കൃത്യതയോടുകൂടി രാജ്യത്തെ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാകുന്നു.
അതിൽ ഇസ്രായേൽ തളർന്നുപോയി. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അന്ന് 3 രാജ്യങ്ങൾ നേരിട്ടും 4 രാജ്യങ്ങൾ നേരിട്ടും 2 രാജ്യങ്ങൾ സഹായം നൽകിയും ആ യുദ്ധത്തെ അഭിമുഖീകരിച്ചു. ആ യുദ്ധത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ പരാജയപ്പെടുകയും ഇസ്രായേലിന് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വീരപരിവേഷം ഉണ്ടാവുകയും ചെയ്തു. മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചുരുക്കം. ആ തരത്തിലാണ് എന്തുണ്ടാവുന്നത്, ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. തങ്ങൾ സുരക്ഷിതരല്ലെന്ന് ഇസ്രായേലിലെ ജനങ്ങൾക്ക്, ജൂതജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതിപ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും നമ്മൾ നോക്കുന്ന സമയത്ത് പരാജയം അപ്പാടെ തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിജയ മുന്നേറ്റം ഉണ്ടായി എന്ന് കാണിക്കാൻ മുജ്തബ കംനായുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരെടുത്തിട്ട് എന്നിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരുപക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാം. മുൻപ് നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ആയത്തുള്ള അലി കംനായുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് 2 കോടിയോളം ജനങ്ങൾ പങ്കെടുത്ത വിപുലമായിരിക്കുന്ന പരിപാടികൾ ഇറാനിൽ നടന്നിട്ട് പോലും എത്തപ്പെടാത്ത വ്യക്തിയാണ് മുജ്തബ കംനായി. എന്നാൽ ചില മാധ്യമ റിപ്പോർട്ടിലും പ്രാദേശിക റിപ്പോർട്ടിലും കാണുന്നു 2 പ്രാവശ്യമെങ്കിലും തെഹ്റാനിൽ നടത്തിയിരിക്കുന്ന മരണാനന്തര ചടങ്ങിൽ മുജ്തബ കംനായി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ചിത്രങ്ങളും അവരുടെ വീഡിയോകളും മറ്റുള്ള അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വിടാത്തത് കൊണ്ടാണ് എന്നും പറയുന്നു, സ്ഥിരീകരിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. അപ്പോൾ അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് അഭിപ്രായ വ്യത്യാസമില്ല. അത് ഇറാനാണെങ്കിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. പക്ഷേ പിന്നെ ഉള്ള വിഷയം എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നത് എന്നുള്ളതാണ്. റഷ്യ അഭയം നൽകി എന്ന് പറയുന്നുണ്ട്, ബങ്കർ ഒളിച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പല രീതിയിലുള്ള റിപ്പോർട്ടുകളും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ഇറാൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഇറാൻ ഒരു രാജ്യമാകുന്നു, അതൊരു സംവിധാനമാകുന്നു, അതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനം അധികാരത്തിലേറുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ ഭരണകൂടം ഈ ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ അടക്കമുള്ള നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിലൂടെ വിജയിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജനാധിപത്യ പ്രക്രിയ ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ അവസ്ഥയിലോ ഏതെങ്കിലും ഒരു നേതാവ് കൊല്ലപ്പെടുന്നൊരു സ്ഥിതികൾ വന്നാൽ, മരണപ്പെടുന്ന സ്ഥിതി വന്നാൽ, സ്വാഭാവികമായി ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ അതിനെതിരെ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയൊരു ആളെ കണ്ടെത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇറാൻ ചെയ്യുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് മുജ്തബ കംനായി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ, അദ്ദേഹം നിലവിൽ സ്ഥലത്തില്ല എങ്കിൽ തന്നെ അതിനൊരു ബദൽ സംവിധാനം തീർക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിക്കും. അത് 1 അല്ല 2 അല്ല, എത്ര വേണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്ന പ്രധാന കാര്യം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അവിടെയുള്ള തെരഞ്ഞെടുപ്പ്, ഇസ്രായേലിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇസ്രായേലിൻ്റെ അടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിലവിലെ ഭരണകൂടം, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വിജയിച്ച് കയറുക വലിയ പ്രയാസമാണ്. അത് അവിടെയുള്ള എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വിട്ടതിലും അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അവർ ജയിച്ച് കയറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യത്തിലെ ഭരണാധികാരി എന്ന നിലക്ക് ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായ രീതിയിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇസ്രായേൽ ഇത് മലർന്നു കടന്ന് തുപ്പുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള സ്വപ്നം കാണുന്നതിന് തുല്യമാണ്. ഇതിനൊക്കെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് സാധിക്കും. ഇറാൻ അത് സാധിക്കാറുണ്ട്.
ആ സാധ്യതകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ആരുദ്ദേശിക്കുന്നത്? ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ പ്രസിഡന്റ് പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാടൊന്നും സംസാരിക്കാൻ ഇസ്രായേലിന് ഇല്ലാത്ത രീതിയിൽ ചില മീഡിയകളും പത്രങ്ങളും ഒക്കെ ഇതൊരു സംശയത്തിൻ്റെ നിഴലിലാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. ഇത് 100% യാഥാർത്ഥ്യമാണ് എന്ന് തങ്ങൾക്ക് വിശ്വാസമില്ല എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് ചുരുക്കം.